പഹൽഗാമിലെ ഭീരുക്കളുടെ ഭീകരാക്രമണമെന്ന് സുപ്രീം കോടതി. ആക്രമണം മാനവിക മൂല്യങ്ങൾക്ക് ഭീഷണി. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് സുപ്രീം കോടതി. ഭീകരാക്രമണത്തിന്റെ പൈശാചികതയും മാനുഷിക രാഹിത്യവും തുറന്നുകാട്ടുന്നതാണ് പഹൽഗാമിൽ ഉണ്ടായതെന്നും സുപ്രീം കോടതി. ഫുൾ കോർട്ട് അംഗീകരിച്ച പ്രമേയത്തിലാണ് പരാമർശം. ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, വലിയ രീതിയിൽ തന്നെയാണ് സുപ്രീം കോടതി പഹൽഗാമിലെ ആക്രമണത്തെ അപലപിച്ചിരിക്കുന്നത്. പ്രമേയത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് സംബന്ധിച്ച് സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്? തീർച്ചയായും സുരേഷ്, വളരെ ശക്തമായ ഭാഷയിലാണ് സുപ്രീം കോടതി അത്ര പരിചിതമല്ലാത്ത രീതിയിൽ, അതായത് ഭീകരാക്രമണങ്ങളിലൊന്നും അങ്ങനെ പ്രതികരിക്കുന്ന ഒരു രീതി സുപ്രീം കോടതിയുടെ ഫുൾ കോർട്ടിനില്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നത്. വളരെ ചുരുക്കം സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത്തരമൊരു പ്രതികരണമാണ് ഒരു ഫുൾ കോർട്ട് അംഗീകരിച്ച പ്രമേയത്തിൽ ഇപ്പോൾ വളരെ കൃത്യമായി സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ വളരെ കൃത്യമായി പറയുന്നത് ആക്രമണം ഭീരുക്കളുടെ ഭീകരാക്രമണമാണ്. ഭീരുക്കളുടെ ഭീകരാക്രമണം പൈശാചികവും മനുഷ്യത്വത്തിന് നേരെയുള്ള വെല്ലുവിളിയും അത് ഒരു ചോദ്യമുയർത്തലും തന്നെയാണ്. മനുഷ്യത്വത്തെ വെല്ലുവിളിക്കുന്ന നീക്കമാണ് ഉണ്ടാകുന്നത് എന്നാണ് വളരെ കൃത്യമായി പറയുന്നത്. ഇത്തരത്തിലുള്ള ഭീകരതയെ പൈശാചികമായൊരു നീക്കമല്ലാതെ ഒരു തരത്തിലും കാണാൻ സാധിക്കില്ല എന്നും സുപ്രീം കോടതി തങ്ങളുടെ ഫുൾ കോർട്ട് റെഫറൻസിൽ വളരെ കൃത്യമായി ഫുൾ കോർട്ട് റെസൊല്യൂഷനിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. മാത്രമല്ല, ഏറ്റവും സുപ്രധാനമായി എടുത്തു പറയുന്നത് ഭീകരതയുടെ മാനുഷിക രാഹിത്യം തുറന്നു കാട്ടുന്ന ഒരു ആക്രമണമാണ് പഹൽഗാമിലുണ്ടായത്. ഇത്തരത്തിലാണ് മാനുഷിക രാഹിത്യമായ മനുഷ്യത്വമില്ലാത്ത ഭീകരത പ്രവർത്തിക്കുന്നത്. മനുഷ്യന് വേണ്ടിയല്ല ഈ ഭീകരത എന്ന് തെളിയിക്കുന്ന ഒരു ആക്രമണം തന്നെയാണ് ഈ പൈശാചികമായ നീക്കത്തിലൂടെ ഈ പഹൽഗാമിലെ ഭീകരരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന കൃത്യമായ മൂർച്ചയേറിയ ഭാഷയിൽ തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു മറുപടി അല്ലെങ്കിൽ ഒരു റെസൊല്യൂഷനിലൂടെ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഒരു നിലപാട് അറിയിച്ചിരിക്കുന്നത്. വളരെ കൃത്യമായൊരു നിലപാട് സുപ്രീൻ കോടതി ഇക്കാര്യത്തിൽ അറിയിച്ചിരിക്കുകയാണ്. തീവ്രവാദ വിരുദ്ധ നിലപാടുകൾ, അതായത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന്മേൽ കടന്നു കയറിക്കൊണ്ട് അവൻ്റെ ജീവന് സംരക്ഷണം, ജീവൻ ഉൾപ്പെടെ വെല്ലുവിളി ഉയർത്തുന്ന മാനുഷിക മൂല്യങ്ങളെ അപ്പാടെ തള്ളിക്കളയുന്ന ഒരു ക്രൂരമായ കൃത്യത്തെ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. ഇത്തരം ഭീകരത എന്നത്, ഈ ഭീകരാക്രമണങ്ങളെല്ലാം തന്നെ ഭീരുത്വത്തിൻ്റെ ലക്ഷണങ്ങളാണ്, ഭീരുത്വമാണ് എന്നും വളരെ കൃത്യമായി പറയുന്നു. നിലവിലെ സംവിധാനങ്ങളനുസരിച്ച്, നിയമവ്യവസ്ഥ അനുസരിച്ച് സമാധാനപരമായി ജനാധിപത്യ സ്വഭാവത്തോടെ പ്രവർത്തിക്കണമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഈ നിലപാടിൽ നിന്നുണ്ടായിരിക്കുന്നത്. വളരെ കൃത്യമായി സുപ്രീം കോടതി ഒരു ഫുൾ കോർട്ട് റെസൊല്യൂഷനിലൂടെ ഇത്തരത്തിലൊരു നിലപാട് അറിയിക്കുന്നത് നിശ്ചയദാർഢ്യത്തോടെ ഭീകരതയെ എങ്ങനെ ഇനി ജുഡീഷ്യറി നോക്കിക്കാണുമെന്ന ഒരു സന്ദേശം കൂടിയാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. തീർച്ചയായും ശക്തമായ നടപടികൾ ഇവർക്കെതിരെ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ, ഇത്തരത്തിൽ കൃത്യമായൊരു നിലപാട് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ, എന്ത് തന്നെയായാലും അതിശക്തമായ ഭാഷയിൽ, മൂർച്ചയേറിയ ഭാഷയിലാണ് ഈ ഭീകരാക്രമണത്തെ സുപ്രീം കോടതിയുടെ ജഡ്ജിമാരെല്ലാവരും ഉൾപ്പെടുന്ന ഫുൾ കോർട്ട് റെസൊല്യൂഷനിലൂടെ കൃത്യമായ വിമർശനവും അതുപോലെ തന്നെ അപലപിക്കുന്ന ഒരു നിലപാടും സ്വീകരിച്ചിരിക്കുന്നത്. ഭീകരതയ്ക്കെതിരെ കൃത്യമായ നിലപാട് തന്നെയാണ് സുപ്രീം കോടതി ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നത്. ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.